ഇപ്പോൾ അവരുടെ പരിശീലകരൊക്കെ അവരുടെ പ്രൈവസി മാനിച്ച് നമ്മൾ പ്രൈവസി മാനിക്കണം എന്നുള്ള ഒരു മെസ്സേജ് മാത്രമാണ് വരുന്നത്. ഇക്കാര്യത്തിൽ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ഭാഗത്തു നിന്ന് വരുന്ന പ്രതികരണം എന്താണ് വിനേഷ് കുഞ്ഞിരാമൻ? ഒളിമ്പിക് അസോസിയേഷന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഔദ്യോഗികമായിട്ടൊരു പരാതി നൽകുന്നു എന്നതിനപ്പുറത്തേക്ക് വേറെ ഒരു പ്രതികരണവും വരുന്നില്ല. ഇനിയിപ്പോൾ ഈ അയോഗ്യത പ്രഖ്യാപിച്ചതിന് ശേഷമായിരിക്കും, അതിനുശേഷം എന്തെങ്കിലും പ്രതികരണം നടത്തണമോ, ഇനി വീണ്ടും കൂടുതൽ പരിശോധനയ്ക്കായി അന്താരാഷ്ട്ര കായിക തർക്കപരിഹാര കോടതിയിലേക്കൊക്കെ പോകണമോ എന്നുള്ള കാര്യമൊക്കെ അതിനുശേഷമായിരിക്കും. ഇപ്പോൾ ഏതായാലും ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ലല്ലോ. നിലവിലെ ഭാര പരിശോധനയിൽ പരാജയപ്പെട്ടു, 100 ഗ്രാം വ്യത്യാസത്തിൽ മെഡൽ നഷ്ടമാകുമെന്നുള്ള വാർത്ത വന്നു എന്നതിനപ്പുറത്തേക്ക് അതിലൊരു ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല. ഏതായാലും ഇന്ന് രാത്രി 9:30 ഈ മത്സരങ്ങൾ വിനേഷ് കുഞ്ഞിരാമൻ, ലോകം മുഴുവനുള്ള വിനേഷ് ഫോഗട്ടിന്റെ അതായത് ഇന്ത്യക്ക് സ്വർണം ഉറപ്പായിരുന്ന ഒരു മത്സരം എന്നാണ് നമ്മൾ ഇതിനെ കണ്ടുകൊണ്ടിരുന്നത്. കാരണം പ്രീ ക്വാർട്ടറിൽ പരാജയപ്പെടുത്തിയത് നിലവിലെ 1ാം റാങ്കുകാരിയാണ്, നിലവിലെ ഒളിമ്പിക് ജേതാവാണ് യുയി ഒസാക്കി. അവസാനത്തെ 10 മിനിറ്റ്, ആ 10 മിനിറ്റിനുള്ളിൽ നടന്ന മത്സരത്തിന്റെ ഒരു മാറ്റം, അതിലാണ് വിനേഷ് ഫോഗട്ട് സ്വർണത്തിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കുണ്ടാകുന്നത്. ക്വാർട്ടറിലാണെങ്കിൽ യുക്രൈൻ്റെ ഒക്സാന ലിവാച്ച്, അവരുമായും നടന്നത് പൊരുതി നേടുന്ന ഒരു വിജയമാണ്. സെമിയിലാകട്ടെ, സെമിയിൽ വളരെ ആധികാരികമായിട്ടുള്ളൊരു വിജയമാണ്. ക്യൂബയുടെ ഗുസ്മാൻ ലോപ്പസിന് ഒരവസരം പോലും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അമേരിക്കയുടെ താരമാണ് എതിരാളിയായി വരുന്നത്. അപ്പോൾ ആ എതിരാളി സാറ ഹിൽഡർബ്രാൻഡിനെ നിഷ്പ്രയാസം തോൽപ്പിക്കാൻ വിനേഷ് ഫോഗട്ടിന് കഴിയുമായിരുന്നു. അങ്ങനെയല്ലേ വിനേഷ് കുഞ്ഞിരാമൻ? നമുക്ക് ഉറപ്പായിരുന്ന ഒരു സ്വർണ്ണമാണ് നഷ്ടമാവുന്നത്. നമുക്ക് ഉറപ്പായി വരുന്ന ഒരു സ്വർണം അല്ലെങ്കിൽ വെള്ളി, ഒരു മെഡൽ, അതിന്റെ നിറം എന്ത് തന്നെയായാലും ആ ഒരു മെഡൽ നഷ്ടമാകുന്നു എന്ന് തന്നെയാണ്. ഇപ്പോൾ ഏതായാലും അയോഗ്യത വന്നിരിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് ഏറെക്കുറെ സ്ഥിരീകരിക്കാം എന്ന് തന്നെയാണ് എന്നെ ഇപ്പോൾ അക്കാര്യത്തിൽ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇന്ത്യൻ ടീം റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് വിനേഷിൻ്റെ പ്രൈവസി ഏതായാലും അത് പരിഗണിക്കണം എന്നുള്ള കാര്യം മാത്രമാണ് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ കാരണം കോമ്പറ്റീഷനാണ്, അതിൽ ജയിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് അവരുടെ പ്രൈവസി മാത്രം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം മാത്രമാണ് ഇപ്പോൾ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ ഒരു പ്രതികരണമായി വന്നിരിക്കുന്നത്. ഏതായാലും പരാതിയുമായി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഫൈനലിലേക്ക് വരികയാണെങ്കിൽ പ്രത്യേകിച്ച് ആ ഒരു ലോക ചാമ്പ്യനെ ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത, അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഇതുവരെ ആരും തോൽപ്പിക്കാത്ത, അതായത് ഈ യുയി സുസാക്കിയെ തോൽപ്പിച്ച, അന്താരാഷ്ട്ര മത്സരങ്ങളിൽ തോൽപ്പിച്ച ആദ്യ വനിതാ താരമായി മാറിയത് വിനേഷ് ഫോഗട്ടായിരുന്നു. അതിൻ്റെ ഒരു ആത്മവിശ്വാസം അവരുടെ പിന്നീടുള്ള മത്സരങ്ങളിലും കണ്ടിരുന്നു. ക്വാർട്ടറിൽ യുക്രൈൻ താരത്തിനെതിരായ മത്സരത്തിൽ 7-5 എന്നുള്ള സ്കോറിന് അനായാസം ജയിക്കാൻ കഴിഞ്ഞു. സെമിയിൽ ക്യൂബൻ താരമായിരുന്നു എതിരാളിയായി വന്നിരുന്നത്. ക്യൂബൻ താരം പക്ഷേ അവർക്കൊരു ഒത്ത എതിരാളിയെ ആയിരുന്നില്ല, അനായാസം ക്യൂബൻ താരത്തെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ഫൈനലിലേക്ക് വരുമ്പോൾ അമേരിക്കയുടെ സാറ ഏതായാലും ഫൈനൽ പോരാട്ടത്തിന് ഇറങ്ങുന്നു. അതിൽ മുൻപ് മത്സരിച്ച 2 തവണയും അമേരിക്കൻ താരത്തെ പരാജയപ്പെടുത്തിയതിൻ്റെ ഒരു ആത്മവിശ്വാസം, ലോക ചാമ്പ്യനെ പരാജയപ്പെടുത്തിയതിൻ്റെ ആത്മവിശ്വാസം, ഈ സമരങ്ങളിലും ഈ കഠിന ഘട്ടങ്ങളിലും ഒക്കെ ഉയർത്തെഴുന്നേറ്റ് വന്നതിൻ്റെ ആത്മവിശ്വാസം, അങ്ങനെ ആത്മവിശ്വാസത്തിൻ്റെ ഉച്ചസ്ഥായിൽ നിൽക്കുകയായിരുന്നു വിനേഷ് ഫോഗട്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഉറച്ച സ്വർണ്ണ മെഡൽ പ്രതീക്ഷ എന്നുള്ള നിലയിൽ തന്നെ പോവുകയാണ്. കാരണം പരിക്കോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ വിനേഷ് ഫോഗട്ട് ഈ മത്സരം വിജയിക്കും. ഇന്ന് രാത്രി 9:30 ഫൈനൽ പോരാട്ടം ആരംഭിക്കുക. അത് 11ാമത്തെ മത്സരമായിട്ടാണ് വിനേഷ് ഫോഗട്ടിൻ്റെ മത്സരം നിശ്ചയിച്ചിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു 11 മണിക്ക് ശേഷമാണ് ആ ഒരു മത്സരം വരേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഒരു 12 മണിക്കുള്ളിലായിട്ട് ഒരു 11:30, 11:45 ആകുമ്പോഴേക്കും നമുക്ക് രാജ്യത്തിന് ഒരു സ്വർണ്ണ മെഡൽ ലഭിക്കുന്നു. അത് രാജ്യം മുഴുവൻ ആഘോഷിക്കുന്നു. ഈ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ പ്രകടനം വീണ്ടും മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഈ ഒളിമ്പിക്സ് വിനേഷ് കുഞ്ഞിരാമൻ, ഇത് ഒരു മത്സര ഇനത്തിൽ നീരജ് ചോപ്ര എത്തുന്നത് പോലെയല്ല. വിനേഷ് ഫോഗട്ട് ജന്തർ മന്ദറിലെ സമരവീഥിയിൽ നിന്നാണ് ഒളിമ്പിക്സ് ഫൈനലിലേക്ക് എത്തുന്നത്. ആ ഒരു സമരവീര്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് അവർക്ക് ലോകം കൈയടിക്കുന്നത്. ആ വിനേഷ് ഫോഗട്ടാണ് ഇപ്പോൾ അയോഗ്യയായി മാറുന്നത്. നോക്കൂ, എത്ര സങ്കടമുണ്ടാക്കുന്ന നിമിഷമായിരിക്കും ഇത് വിനേഷ്. സമരവീര്യത്തിൻ്റെ ഒരു പ്രതീകമായി തന്നെയാണ് രാജ്യം മുഴുവൻ വിനേഷ് ഫോഗട്ടിനെ ഈ മത്സരങ്ങളിലൊക്കെ കണ്ടതും. ഇന്നലെ നടന്ന 3 മത്സരങ്ങളിലും ആ ഒരു പിന്തുണ വിനേഷ് ഫോഗട്ടിന് ഉണ്ടായിരുന്നു. അവരുടെ മനസ്സിലും ആ കരുത്തുണ്ടായിരുന്നു, അവരുടെ ശരീരത്തിലും ആ കരുത്തുണ്ടായിരുന്നു. മനോവീര്യം ശരീരത്തിലേക്ക് പകർന്നുകൊണ്ട് അവർ ഗോദയിൽ എതിരാളികളെ അനായാസം മലർത്തിയടിച്ചുകൊണ്ട് മുന്നേറുന്നതും ഇന്നലത്തെ മത്സരങ്ങളിൽ കണ്ടു. തുടർച്ചയായി നടന്ന 3 മത്സരങ്ങൾ, ആ 3 മത്സരങ്ങളിൽ ഏറ്റവും കഠിനമായത് ആദ്യത്തെ മത്സരവും, അതിൽ തന്നെ മത്സരം അവസാനിക്കാൻ 10 സെക്കൻഡ് ബാക്കിയുള്ള സമയം വരെ 2 പോയിന്റിന് പിന്നിൽ നിൽക്കുന്നു. ആ 2 പോയിന്റ് എതിരാളികൾക്ക് കിട്ടിയത് അത് വിനേഷിനെ കീഴടക്കിയത് കൊണ്ടല്ല, വിനേഷ് ഫോഗട്ട് ആക്രമിക്കാൻ തുനിയാതിരുന്നത് കൊണ്ട് 30 സെക്കൻഡ് പെനാൽറ്റിയായി നൽകുന്നു. ആ 30 സെക്കൻഡിലും ആക്രമിക്കുന്നില്ല എന്ന് കണ്ടാൽ ഒരു പെനാൽറ്റിയായി 1 പോയിന്റ് എതിരാളിക്ക് കൊടുക്കും. അങ്ങനെ 2 തവണ എതിരാളിക്ക് ഓരോ പോയിന്റ് കൊടുത്ത് ജാപ്പാനീസ് താരം 2-0 മുന്നിലെത്തുന്നു. വിനേഷ് ഫോഗട്ടിനെ ഒന്ന് വീഴ്ത്താൻ കഴിഞ്ഞിരുന്നില്ല ആ ഒരു മത്സരത്തിൽ. ഇത്രയും കരുത്തയായ ഒരു എതിരാളിക്ക് പോലും വിനേഷ് ഫോഗട്ടിനെ ഒന്ന് താഴെ ഇടാനായിട്ട്
കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷം അവസാന സെക്കൻഡിൽ 10 സെക്കൻഡ് മാത്രമുള്ളപ്പോഴുള്ള വിജയിച്ചു എന്ന് ഉറപ്പിച്ച ജാപ്പാനീസ് താരം, തന്നെ തോൽപ്പിക്കാൻ ഈ ലോകത്ത് തന്നെ ആരുമില്ലല്ലോ, ഈ വെയിറ്റ് കാറ്റഗറിയിൽ തന്നെ തോൽപ്പിക്കാൻ ഈ ലോകത്ത് തന്നെ ആരുമില്ല, അത് താൻ പലവട്ടം തെളിയിച്ചിട്ടുള്ളതാണ്. ഒളിമ്പിക്സ് വേദിയിലായാലും ലോകവേദിയിലായാലും അത് പലവട്ടം തെളിയിച്ച ആളാണ്. അതുകൊണ്ട് മത്സരത്തിൽ താൻ ജയിച്ചു എന്നുള്ള ആത്മവിശ്വാസത്തിൽ ഒരു നിമിഷം അവരുടെ ശ്രദ്ധ പാളിയപ്പോൾ ആ ഒരു നിമിഷം മതിയായിരുന്നു വിനേഷിന്. ആ ഒരു നിമിഷം മുതലെടുത്തുകൊണ്ട് എതിരാളിയെ താഴെ വീഴ്ത്തി 3 പോയിന്റ്, നിർണായകമായ 3 പോയിന്റ് നേടി നിർണായക വിജയം നേടി. പിന്നീട് ക്വാർട്ടർ പോരാട്ടത്തിൽ തീർച്ചയായും വിനേഷ് കുഞ്ഞിരാമൻ, ഇതിൽ ഇപ്പോൾ യുസാക്കിയെ ജപ്പാന്റെ താരത്തെ തോൽപ്പിച്ചപ്പോൾ സ്വർണ്ണം ഉറപ്പാണ് എന്ന് ലോകം മുഴുവൻ, അതായത് ഈ ഒരു മത്സര ഇനത്തിൽ നേരത്തെ ടോക്കിയോ ഒളിമ്പിക്സിൽ നമ്മൾ കണ്ടതല്ലേ, 53 കിലോ വിഭാഗത്തിൽ അന്ന് മത്സരിച്ചപ്പോൾ ക്വാർട്ടറിൽ പുറത്തു പോയിരുന്നു വിനേഷ്. നിലവിലിപ്പോൾ ഫൈനലിലേക്ക് എത്തുന്നു, ഒന്നുകിൽ സ്വർണം അല്ലെങ്കിൽ വെള്ളി എന്ന് ഉറപ്പിച്ചു നിർത്തുമ്പോൾ വെറും 100 ഗ്രാമിന്റെ പേരിലാണ് ആ സ്വർണ്ണ മെഡൽ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ സ്നാച്ച് ചെയ്യുക എന്ന് പറയില്ലേ, ആ രീതിയിലാണ് ഇപ്പോൾ നഷ്ടമാകുന്നത്. ഈ ഭാര പരിശോധന, അതിൽ എവിടെയെങ്കിലും നമുക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഏതെങ്കിലും തരത്തിൽ അപ്പീൽ ചെയ്യാൻ കഴിയുമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ടോ, അതോ എല്ലാ സാധ്യതകളും അടഞ്ഞോ വിനേഷ് കുഞ്ഞിരാമൻ? വിനേഷ് ഫോഗട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലത്തെ ആദ്യ മത്സരം കണ്ടപ്പോൾ ഈ എതിരാളി ആരാണ് എന്ന് കൃത്യമായി അറിയാത്ത, ഈ മത്സരം കണ്ട ലോകം മുഴുവനുള്ള ഇന്ത്യക്കാരൊക്കെ അമ്പരന്നിട്ടുണ്ടാവും. എന്തിനാണ് ആദ്യത്തെ മത്സരം ജയിച്ചപ്പോൾ വിനേഷ് ഫോഗട്ട് ഇത്രത്തോളം ആഘോഷിക്കുന്നത്? അവരുടെ കണ്ണിൽ നിന്ന് സന്തോഷ കണ്ണീരിങ്ങനെ ഒഴുകുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടായിരിക്കാം വിനേഷ് ഫോഗട്ട് ഈ ആദ്യ മത്സരം ജയിച്ചപ്പോൾ, ഇനിയും ബാക്കിയിരിക്കുകയാണല്ലോ, ക്വാർട്ടർ ഫൈനൽ മത്സരമുണ്ട്, സെമി ഫൈനൽ മത്സരമുണ്ട്, ഫൈനൽ പോരാട്ടമുണ്ട്, ഇതൊക്കെ ബാക്കി നിൽക്കുമ്പോൾ എന്തുകൊണ്ടായിരിക്കും അവർ ഇങ്ങനെ ആഘോഷിക്കുന്നത്, ഇങ്ങനെ കരയുന്നത്? നിലത്ത് വീണ് ആ ഗോതയിൽ കിടന്ന് ആഘോഷിക്കുന്ന വിനേഷ് ഫോഗട്ടിനെ ഇന്നലെ കണ്ടിരുന്നു. അതിൻ്റെ അർത്ഥം ആ സമയത്ത് പലർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. പിന്നീടാണ് ഈ എതിരാളി ആരാണ് എന്നുള്ളത് ഈ ആരാധകരൊക്കെ തന്നെയും കൃത്യമായി ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടുണ്ടാവുക. അങ്ങനെ നോക്കുമ്പോഴാണ് കൃത്യമായും ഈ എതിരാളി ആരായിരുന്നു, ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത ഒരു മഹാമേരുവായി നിന്ന എതിരാളിയാണ് എന്ന് മനസ്സിലാകുന്നതും. അങ്ങനെ അതിൻ്റെ ഒരു വിജയം നൽകിയൊരു ആത്മവിശ്വാസം വിനേഷിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറുതല്ല. പക്ഷേ അതിനുശേഷം സംഭവിച്ച കാര്യങ്ങൾ, 100 ഗ്രാം എന്നൊക്കെ പറയുന്നത് എത്രത്തോളം രാജ്യത്തിനും വിനേഷിനും ഒക്കെ ആ ഒരു പോരാട്ട വീര്യത്തിന് ഏൽക്കുന്ന മങ്ങൽ, അവർക്ക് നൽകുന്ന ഒരു നിരാശ, അത് എത്രത്തോളം വലുതാണ് എന്നുള്ളത് നമുക്ക് അനുമാനിക്കാൻ കഴിയാവുന്നതേ ഉള്ളൂ. ഒരു ഉറച്ച സ്വർണ്ണ മെഡൽ പ്രതീക്ഷ ഇന്ത്യക്ക് നഷ്ടമാകുന്നു. അയോഗ്യത ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇനിയിപ്പോൾ പരാതി ഏതായാലും നൽകും, അതിനുശേഷം അത് പരിഗണിക്കുമോ എന്നുള്ള കാര്യം. കാരണം ഇതിനിപ്പോൾ രാത്രി ഒരു 8 മണി 9 മണിക്കുള്ളിൽ ഇതിലൊരു പരിഗണിച്ച് അതിൽ അനുകൂലമായ തീരുമാനം വരിക എന്നുള്ള അത്ഭുതം സംഭവിച്ചാൽ മാത്രമാണ് ഇനി ഇന്ത്യക്ക് ഒരു മെഡൽ ലഭിക്കുക, വിനേഷിന് ഒരു മെഡൽ ലഭിക്കുക. ഒളിമ്പിക് ഗുസ്തിയിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമാവുക. ഗുസ്തിയിൽ ഇതുവരെ ആർക്കും സ്വർണം ലഭിച്ചിട്ടില്ല. വെള്ളി മെഡൽ നേടിയ സുശീൽ കുമാർ, 2012 സുശീൽ കുമാർ വെള്ളി മെഡൽ നേടിയിരുന്നു. 2008 സുശീൽ കുമാർ വെങ്കലം നേടി. 2012 യോഗേശ്വർ ദത്ത് ഒരു വെങ്കലം നേടി. പിന്നീട് സാക്ഷി മാലിക്കിൻ്റെ ഒരു വെങ്കലം. ഇത്രയും മെഡലുകളാണ്. പിന്നെ 1952 ഹെൽസിംഗി ഒളിമ്പിക്സിലെ KD ജാദവിൻ്റെ വെങ്കലവും കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ ഗുസ്തിയിൽ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ മെഡൽ കിട്ടിയിട്ടുള്ള ഒരു ഇവന്റ് കൂടിയാണ്. ഷൂട്ടിംഗ്, ഹോക്കി, ഈ 2 മത്സര ഇനങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മെഡൽ ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ള ഇന്ത്യയുടെ ഒരു മെഡൽ അക്ഷയഗനിയായി ഗോതം